വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ട വിശദമായ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻ ശശിധരൻ ഹാജരാക്കി. 8 കേസുകളിൽ പ്രതികളുടെ ഇടപെടൽ കണ്ടെത്തിയതായി നേരിട്ട് ഹാജരായി സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അന്വേഷണം പൂർത്തിയായ വയനാട്ടിലെ കേസുകളിൽ പ്രോസിക്യൂഷൻ അനുമതി കാത്തിരിക്കുകയാണെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. കുറ്റപത്രം നൽകിയ കേസുകളുടെ ക്രൈം നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നേരത്തെ റിപ്പോർട്ടിൽ നൽകാത്തതിനെ കോടതി ചോദ്യം ചെയ്തിരുന്നു. ഡാനി പോൾ ചേരുകയാണ്. ഡാനി, കോടതി കഴിപ്പിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അനക്കം അന്വേഷണത്തിൽ വന്നത്. സംശയമില്ല, ഇന്നും കോടതി സമാനമായി തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എടുത്തിട്ടുടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, ഒരു സംശയമില്ല, ഹൈക്കോടതിയുടെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ ഒരു വേഗ ട്രാക്കിലേക്ക് മാറിയിട്ടുള്ളത് എന്നത് നിസ്സംശയം തന്നെ പറയാം. കാരണം ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതൊരു മെല്ലെപ്പോക്ക് എന്ന രീതിയിൽ അതിനും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. തുടർന്നാണ് പരാതിക്കാരനായ MS അനിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഈ കേസിന്റെ കാര്യങ്ങൾ നിജസ്ഥിതി അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് കോടതി അന്വേഷിക്കണമെന്ന രീതിയിലേക്ക് വരികയും തുടർന്ന് കോടതിക്ക് മുന്നിലേക്ക് ഒരു കുറ്റപത്രം എത്തുകയായിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 100ഓളം കേസുകളുണ്ട്. ഈ കേസുകളുടെ സ്ഥിതി എന്തായെന്ന് കോടതി ആരായുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അത് അപൂർണമാണ്, കേസുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നു എന്നത് കണ്ടതുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരനോട് കോടതിയിൽ ഹാജരാകാൻ നേരിട്ട് ഹാജരായിട്ട് ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. തുടർന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങളിലുള്ളൊരു വിശദീകരണം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ 8 കേസുകളുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ മറ്റു കേസുകൾ വയനാട്, മാനന്തവാടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുണ്ടായിരുന്ന കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി, അത് അന്തിമ അനുമതിക്ക് കാത്തിരിക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ ഈ റിപ്പോർട്ടുകൾ കോടതി ആവശ്യപ്പെട്ട കാര്യങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇതിന്റെ ഒരു അവ്യക്തത നീക്കാൻ ആവശ്യപ്പെട്ടു. കേസുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ ഏത് കേസുകൾ എന്നത് വ്യക്തമാക്കണം, അതിന്റെ ക്രൈം ഫയൽ എന്താണെന്നത്, നമ്പർ എന്താണെന്നത് വ്യക്തമാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ പൂർണ്ണത വരുത്താനായിട്ട് കോടതി വളരെ കടുപ്പിച്ച് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അതിനുശേഷമാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ വിശദാംശങ്ങളും വ്യക്തമാക്കുകയും ഹൈക്കോടതി ആവശ്യപ്പെട്ട കേസുകളുടെ വിവരങ്ങളും കോടതിക്ക് മുൻപാകെ പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്തത്. ഇനിയും ഈ കേസുകളിൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. 100ഓളം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിന്റെ എല്ലാം തന്നെ നടപടികൾ അടുത്ത ഘട്ടത്തിലാണ് എന്നതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.